നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സഖറിയ പ്രവചനം 9-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പ്രവാചകം യഹോവയുടെ അരുളപ്പാട് ഹദ്രാക്ക് ദേശത്തിന് വിരോധമായിരിക്കുന്നു. ദമ്മശെക്കിന്മേൽ അത് വന്നമരും. യഹോവ മനുഷ്യരിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടി വയ്ക്കുന്നു. അതിനോട് തൊട്ടിരിക്കുന്ന ഹമാത്തിനും ജ്ഞാനമേറിയ സോരിനും സീദോനിനും അങ്ങനെ തന്നെ. സോർ തനിക്ക് ഒരു കോട്ട പണിത് പൊടിപോലെ വെള്ളിയും വീഥികളിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചു. എന്നാൽ കർത്താവ് അവളെ അടക്കി അവളുടെ കൊത്തളം കടലിൽ ഇട്ടുകളയും. അവൾ തീയ്ക്ക് ഇരയായി തീരുകയും ചെയ്യും. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. അസ്കലോന് നിവാസികൾ ഇല്ലാതെയാകും. അസ്തോദിൽ ഒരു കൗലടേയ ജാതി പാർക്കും. ഫെലിസ്ത്യരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും. ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വെറുപ്പുകൾ അവന്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും. എന്നാൽ അവനും നമ്മുടെ ദൈവത്തിന് ഒരു ശേഷിപ്പായി തീരും. അവൻ യഹൂദയിൽ ഒരു മേധാവിയെപ്പോലെയും എക്രോൻ ഒരു യെബൂസിനെ പോലെയുമാകും. ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എൻ്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. ഇനിയൊരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഞാൻ എഫ്രയീമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും. പടവില്ലും ഒടിഞ്ഞുപോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ നദിയുടെ അറ്റത്തോളവുമായിരിക്കും. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിടുവിക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങിവരുവീൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ എനിക്ക് യഹൂദയെ വില്ലായി കുലച്ചും എഫ്രയീമിനെ നിറച്ചുമിരിക്കുന്നു. സിയോനെ, ഞാൻ നിന്റെ പുത്രന്മാരെ യവനദേശമേ നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരന്റെ വാൾ പോലെ ആക്കും. യഹോവ അവർക്ക് മീതെ പ്രത്യക്ഷനാകും. അവന്റെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും. യഹോവയായ കർത്താവ് കാഹളം ഊതി തെക്കൻ ചുഴലിക്കാറ്റുകളിൽ വരും. സൈന്യങ്ങളുടെ യഹോവ അവരെ പരിച കൊണ്ട് മറയ്ക്കും. അവർ മാംസം തിന്ന് കവണക്കല്ല് ചവിട്ടിക്കളകയും രക്തം കുടിച്ച് വീഞ്ഞുകൊണ്ടെന്ന പോലെ ഘോഷിക്കുകയും യാഗ കലശങ്ങൾ പോലെയും യാഗപീഠത്തിന്റെ കോണുകൾ പോലെയും നിറഞ്ഞിരിക്കുകയും ചെയ്യും. അന്നാളിൽ അവരുടെ ദൈവമായ യഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും. അവർ അവന്റെ ദേശത്തൊരു കിരീടത്തിന്റെ രത്നം പോലെ പൊങ്ങി ശോഭിക്കും. അതിന് എത്ര ശ്രീതവും അതിന് എത്ര സൗന്ദര്യവുമുണ്ട്. ധാന്യം യുവാക്കളെയും വീഞ്ഞ് യുവതികളെയും പുഷ്ടീകരിക്കുന്നു. സഖറിയ പ്രവചനം 9-ാം അധ്യായം ചരിത്രപ്രസിദ്ധമാണ്. കർത്താവായ യേശു കഴുതപ്പുറത്ത് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തപ്പോൾ ശിഷ്യവൃന്ദങ്ങൾ കുരുത്തോല ഉയർത്തി ദാവീദ് പുത്രൻ ഹോശന്ന എന്ന് പാടി അത് രേഖപ്പെടുത്തിയ സുവിശേഷകർ സഖറിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം നിറവേറ്റിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് വാളുമായി കുതിരപ്പുറത്ത് പോവുകയും ജയിച്ചാൽ തങ്ങൾ പോയ രാജ്യങ്ങളെ കൊള്ളയടിച്ച് കൊള്ള സാധനങ്ങളുമായി മടങ്ങി വരുവാൻ ഇടയായാൽ താഴ്മയോടുകൂടെ ദൈവം
ജയിപ്പിച്ചു എന്നുള്ള നിലയിൽ താഴ്മയോടുകൂടെ കഴുതപ്പുറത്ത് യാത്ര ചെയ്യും. അപ്പോൾ തൻ്റെ ആളുകൾക്ക് കൊള്ളയിൽ കിട്ടിയ പങ്ക് വിതരണം ചെയ്യുകയും ചെയ്യും. ഇവിടെ യേശുക്രിസ്തു സാധാരണ കാൽനടയായിട്ടാണ് സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ഒരിക്കൽ മാത്രം യേശു ഒരു കഴുതയെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് ഇണക്കമില്ലാത്ത, നുകം വയ്ക്കാത്ത കഴുതയായിരുന്നു. കഴുതപ്പുറത്ത് യാത്ര ചെയ്യണമെങ്കിൽ അതിനെ ഇണക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ യേശുവിന് മനുഷ്യൻ്റെ പരിശീലനം ആവശ്യമില്ല. കാരണം സകല മൃഗങ്ങളെയും മത്സ്യങ്ങളെയും പക്ഷികളെയും ഇഴജാതിയെപ്പോലും സൃഷ്ടിച്ചത് യേശുവാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ അഴിച്ചുകൊണ്ട് വരിക. ശിഷ്യന്മാർ അഴിച്ചുകൊണ്ട് വന്നു. യേശു അതിൻ്റെ പുറത്ത് കയറി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുക. അപ്പോൾ കർത്താവായ യേശു യെരുശലേമിൽ രാജാവാകാൻ പോകുന്നു എന്നാണ് ശിഷ്യന്മാർക്ക് തോന്നിയത്. അവര് വഴിത്തലക്കൽ നിന്ന് ഈത്തപ്പനയുടെ കുരുത്തോല പറിച്ച് ദാവീദ് പുത്ര ഹോസന്ന എന്ന് പറഞ്ഞു. ഹോസന്ന എന്ന് പറഞ്ഞ രക്ഷിക്ക എന്നാണ്. യേശു പിലാത്തോസിനെ അവിടുന്ന് സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് രാജാവാകും എന്നാകും ഒരുപക്ഷെ അവർ വിചാരിച്ചത്. ഇങ്ങനെയൊരു യാത്ര ഉണ്ടാകും എന്നുള്ള കാര്യം സഖറിയ പ്രവചനം 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതാ നിന്റെ രാജാവ്, ഇതാ നിന്റെ ദൈവം സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്നാണ് ആ വാക്യം. ഇസ്രായേലിന് ചുറ്റുമുള്ള ദേശങ്ങളെ അവരുടെ ദുഷ്ടതയും അധാർമികതയും ഇസ്രായേലിനെ ഉപദ്രവിച്ചത് മൂലം ശിക്ഷിക്കുമെന്ന പ്രവചനങ്ങളാണ് ആദ്യ വാക്യങ്ങൾ. 1-ാം വാക്യം ഹദ്രാഗ് ദേശത്തിനെതിരെയാണ്. അത് ഹമാത്തിന് തെക്കും ദമ്മശേക്കിന് വടക്കുമുള്ള ദേശമാണ്. തുടർന്ന് ദമ്മശേക്ക്, ഹമാത്ത്, സോറ്, സീദോൻ, അസ്കലോൻ, ഗസ, എക്രോൻ, അസ്തോദ് തുടങ്ങിയ ദേശങ്ങളെ തകർക്കുന്ന കാര്യമാണ്. സോർ നിവാസികൾ ദേശത്തിലെ ധനവാന്മാരാണെന്ന് 45-ാം സങ്കീർത്തനത്തിലുണ്ട്. കൊടി പോലെ വെള്ളിയും ചെളി പോലെ താമ്രവുമുള്ള സോറ് കടലിൽ മുങ്ങിത്താഴാൻ ഇടയാകുമെന്നാണ് 3-4 വാക്യങ്ങൾ. അത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. ഇവരൊക്കെ ഇസ്രായേലിനെ വിവിധ കാലങ്ങളിൽ കവർച്ച ചെയ്തവരും ചെന്നായ്ക്കളെ പോലെ കടിച്ചു കയറിയവരുമാണ്. എന്നാൽ പുതിയ ദേവാലയം ദൈവം കാക്കുകയും ഇവരാരും അവിടെ കാലുകുത്താൻ ഇടയാക്കാതിരിക്കുകയും ചെയ്യുമെന്നാണ് 8-ാം വാക്യം. തുടർന്നാണ് യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള രാജകീയ എഴുന്നള്ളത്തിനെ കുറിച്ച് ഉള്ള 9-ാം വാക്യം. 10 മുതലുള്ള അവസാനം വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിനെ അവർ ചെതറിപ്പോയ രാജ്യങ്ങളിൽ നിന്ന് മടക്കി വരുത്തി ശക്തരാക്കുന്ന ഭാവി ദൈവരാജ്യത്തിന്റെ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു രാജാവായി ജനിച്ചവനാണ്. അതുകൊണ്ടാണ് കിഴക്കേ ദേശത്തെ വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചത്. യേശുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ യേശുവിന്റെ രാജശാസനങ്ങൾ ആയിരുന്നു. കർത്താവായ യേശു വിസ്താരവേളയിൽ പിലാത്തോസിനോട് പറഞ്ഞത്, ഞാൻ രാജാവാകുന്നു, പക്ഷെ എൻ്റെ രാജ്യം ഐഹികമല്ല, ദൈവരാജ്യമാണ് എന്നാണ്. നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന മേലെഴുത്തോടുകൂടെ യേശു മരിച്ചു. യേശുവിനെ ശിക്ഷിച്ചത്, അല്ലെങ്കിൽ യേശു ഇതുപോലെ തൂങ്ങപ്പെടാനിടയായത് തങ്ങളുടെ വിജയമാണ് എന്ന് റോമാക്കാരും യഹൂദന്മാരും വിചാരിച്ചു. പക്ഷെ കുരിശിലെ കള്ളൻ യേശുവിനോട് പറഞ്ഞത്, നീ രാജത്വം പ്രാപിച്ചു വരും, അന്നെന്നെ ഓർക്കണം എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു രാജാവായി വരികയും ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. നിന്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാകും. പക്ഷേ ആ പ്രാർത്ഥന ചൊല്ലുന്ന പലരും ആ രാജ്യത്തിൽ കാണുകയില്ല. യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് എനിക്കായിട്ടാണ് യേശു കുരിശിൽ മരിച്ചത്. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ഒരു നിമിഷം കൊണ്ടാണ് പാപമോചനം ഉണ്ടാകുന്നത്. മനുഷ്യരല്ല പാപമോചനം നൽകേണ്ടത്. യേശുവാണ് പാപികളുടെ നരകശിക്ഷ ഏറ്റത്. യേശുവിലാണ് രക്ഷ. ആ യേശു ഇവിടെ ഉണ്ട്. 2 നാമത്തിൽ കൂടുന്നിടത്ത് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ആ യേശുവിനെ രക്ഷകനും ദൈവവുമായി സ്വീകരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൽ അവകാശമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആ ദൈവരാജ്യത്തെ നോക്കി പാർത്തുകൊണ്ട് നമുക്ക് കഴിയാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.